നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. കേരളത്തിനെതിരായ കേന്ദ്രമന്ത്രിമാരുടെ പരാമർശത്തിൽ പ്രതിഷേധമുയർത്തി ഇടതുപക്ഷ എംപിമാർ. 20 കോടിയുടെ ഭാഗ്യശാലി ഇരിട്ടിയിലെ സത്യൻ. വാങ്ങിയത് 10 ടിക്കറ്റുകൾ. സ്ഥിരമായി ലോട്ടറി എടുക്കാറില്ല. ഒന്നുകിൽ സ്ഥലം മാറ്റം, അല്ലെങ്കിൽ VRS എടുക്കണം. അഹിന്ദുക്കളായ ജീവനക്കാരോട് തിരുപ്പതി ക്ഷേത്ര അധികൃതർ. ലോകബാങ്ക് സഹായത്തോടെ കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം. CPM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് ആവേശത്തുടക്കം. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. അഹിന്ദുക്കളായ ജീവനക്കാർക്കെതിരെ നടപടിയുമായി തിരുപ്പതി ക്ഷേത്രത്തിലെ ഭരണസമിതിയായ തിരുമല തിരുപ്പതി ദേവസ്ഥാനം. എല്ലാവരോടും ഒന്നുകിൽ സ്ഥലം മാറ്റം നേടിപ്പോകണമെന്നും അല്ലെങ്കിൽ വോളണ്ടറി റിട്ടയർമെന്റ് തിരഞ്ഞെടുക്കാമെന്നുമാണ് ഭരണസമിതി അറിയിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു നടപടിക്ക് പിന്നാലെ കാരണം എന്താണെന്നും ക്ഷേത്ര ഭരണസമിതി അറിയിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിലെ മതാചാരങ്ങളും ആത്മീയമായ വിശുദ്ധിയും കാത്തുസൂക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനമെന്നാണ് അധികൃതർ പറയുന്നത്. അഹിന്ദുക്കളുടെ മതാചാര പ്രകാരമുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായെന്ന കാരണത്തിനാണ് 18 പേർക്കെതിരെ ഇത്തരത്തിൽ അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് വിവരം. ഇത്തരം സംഭവങ്ങളിൽ DDT ബോർഡ് ഒതുകിൽ അത്തരം ജീവനക്കാർ മറ്റ് സർക്കാർ വകുപ്പിലേക്ക് സ്ഥലം മാറ്റുകയോ അല്ലെങ്കിൽ VRS എടുക്കുമെന്ന നിലപാട് സ്വീകരിക്കുകയുമാണ് ചെയ്യുന്നത്. ക്രിസ്തുമസ് പുതുവത്സര ബെമ്പർ ലോട്ടറിയുടെ 1ാം സമ്മാനം ഇരിട്ടിയിലെ സത്യന. ഇരിട്ടിയിലെ മുത്തു ലോട്ടറി ഏജൻസിയിൽ നിന്നും സത്യൻ എന്നയാൾ വാങ്ങിയ ടിക്കറ്റിനാണ് 1ാം സമ്മാനമായ 20 കോടി രൂപ ലഭിച്ചതെന്ന് ഏജൻസി ജീവനക്കാർ പറഞ്ഞു. ക്രിസ്തുമസ് ബെമ്പർ ലോട്ടറിയുടെ 10 ടിക്കറ്റുകളാണ് സത്യൻ വാങ്ങിയതെന്നും അതിലൊന്നാണ് സമ്മാനാർഹമായ ടിക്കറ്റ് എന്നും ഇവർ പറഞ്ഞു. ജനുവരി 24-നാണ് സത്യൻ എന്നയാൾ മുത്തു ലോട്ടറി ഏജൻസിയുടെ ഇരിട്ടി ശാഖയിൽ നിന്നും ടിക്കറ്റുകൾ വാങ്ങിയത്. 10 ടിക്കറ്റുകൾ അടങ്ങിയ ഒരു ബുക്ക് ടിക്കറ്റാണ് അദ്ദേഹം വാങ്ങിയത്. പേര് ചോദിച്ചപ്പോൾ സത്യൻ എന്ന് പറഞ്ഞു. ആ പേരിൽ ബില്ലും നൽകി. എന്നാൽ അദ്ദേഹം സ്ഥിരമായി ടിക്കറ്റ് എടുക്കുന്ന ആളല്ലെന്നും ഏജൻസിയിലുള്ളവർ പറഞ്ഞു. കണ്ണൂർ ചക്കരക്കൽ ആസ്ഥാനമായുള്ള മുത്തു ലോട്ടറി ഏജൻസിയിലൂടെയാണ് ക്രിസ്തുമസ് ബമ്പറിന്റെ 1ാം സമ്മാനം കിട്ടിയ 387132 എന്ന നമ്പറിലുള്ള ടിക്കറ്റ് വിറ്റത്. ഏജൻസിയുടെ ഇരിട്ടി ശാഖയിലാണ് ഈ ടിക്കറ്റ് വിൽപ്പന നടത്തിയതെന്ന് ഏജൻസി ഉടമ അനീഷ് നേരത്തെ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് സത്യൻ എന്നയാള് 1ാം സമ്മാനം അടിച്ച് ടിക്കറ്റ് വാങ്ങിയതെന്ന കാര്യം ഏജൻസി ജീവനക്കാർ സ്ഥിരീകരിച്ചത്. പുതിയ തെരുവിലെ പുതിയ ബസ് സ്റ്റോപ്പുകൾ ജനങ്ങൾക്ക് ആശ്വാസമായി. പുതിയ തെരുവിലെ ഗതാഗത പരിഷ്കരണത്തിന്റെ തുടർച്ചയായി തളിപ്പറമ്പ് വിഭാഗത്തേക്കുള്ള ടൗൺ ടു ടൗൺ ലിമിറ്റഡ് സ്റ്റോപ്പ് ഉൾപ്പെടെയുള്ള ബസ്സുകൾക്ക് പള്ളിക്കുളത്ത് സ്റ്റോപ്പ് അനുവദിച്ചതും ലോക്കൽ ബസ്സുകൾക്ക് മാഗ്നറ്റ് ഹോട്ടലിന് എതിർവശം പുതിയ സ്റ്റോപ്പ് അനുവദിച്ചതും യാത്രക്കാർക്ക് ഏറെ സൗകര്യപ്രദമായി. രാവിലെ KV സുമേഷ് MLA, RTO, പോലീസ് ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് ഭാരവാഹികൾ ഉൾപ്പെടെ സ്ഥലത്തെത്തി ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി. കുരുക്കടിക്കാൻ സഹായമായതിനാലും ജനങ്ങൾ ഏറ്റെടുത്തതിനാലും ഗതാഗത പരിഷ്കാരവുമായി മുന്നോട്ടു പോകാനാണ് ചൊവ്വാഴ്ച ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി യോഗത്തിന്റെ തീരുമാനം. വില്ലേജ് ഓഫീസിന് എതിർവശത്ത് ബ്രസ് ബേ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കാൻ KCBക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഇവിടെ ലോക്കൽ ബസ്സുകൾക്ക് വേണ്ടിയുള്ള ബസ് സ്റ്റോപ്പ് സ്ഥാപിക്കാനാണ് ആലോചന. ഓരോ ദിവസത്തെയും ഗതാഗതം വിശകലനം ചെയ്ത് മുന്നോട്ടു പോകാനാണ് RTOയുടെ പോലീസിന്റെയും തീരുമാനം. സംസ്ഥാന അന്തർജില്ലാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് ആവേശത്തുടക്കം. കേരള ബാഡ്മിന്റൺ അസോസിയേഷൻ നേതൃത്വത്തിൽ ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള സംസ്ഥാന അന്തർദേശീയ ബാഡ്മിന്റൺ സംസ്ഥാന അന്തർജില്ലാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് കക്കാട് ഡ്രീം ബാഡ്മിന്റൺ അറീനയിൽ നിന്നും തുടക്കമായി. 6 ദിവസത്തെ ടൂർണമെന്റ് സിറ്റി പോലീസ് കമ്മീഷണർ P. നിതിൻ രാജ് ഉദ്ഘാടനം ചെയ്തു. ലക്ഷ്യസ്ഥാനവും അതിലേക്കെത്താനുള്ള വഴിയുമാണ് കായിക താരത്തിന് ഏറ്റവും പ്രധാനമെന്ന് കമ്മീഷണർ പറഞ്ഞു. കായിക രംഗത്തെ മികച്ച പശ്ചാത്തല സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തി മെച്ചപ്പെട്ട രീതിയിൽ മുന്നേറാൻ ഓരോ കായിക താരത്തിനും കഴിയട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു. ജൂനിയർ, സബ് ജൂനിയർ,
സീനിയർ വിഭാഗങ്ങളിലായി 14 ജില്ലകളിൽ നിന്നുമുള്ള 420 മത്സരാർത്ഥികളാണ് ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കുന്നത്. ആദ്യമായാണ് സീനിയർ വിഭാഗം ചാമ്പ്യൻഷിപ്പിന് കണ്ണൂർ ആതിഥ്യം വഹിക്കുന്നത്. ദേശീയ സ്കൂൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഉൾപ്പെടെ മത്സരിച്ചിട്ടുള്ള കായിക താരങ്ങൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. സബ് ജൂനിയർ വിഭാഗത്തിന്റെ മത്സരങ്ങളുടെ ഫൈനലുകൾ ഫെബ്രുവരി 6 നടക്കും. 7-8 തീയതികളിൽ ജൂനിയർ അണ്ടർ 19 വിഭാഗത്തിന്റെ മത്സരങ്ങളും 9-10 തീയതികളിൽ സീനിയർ വിഭാഗത്തിന്റെ മത്സരങ്ങളും നടക്കും. 12 അംഗ ടെക്നിക്കൽ ടീമാണ് മത്സരം നിയന്ത്രിക്കുന്നത്. വിജയികൾക്ക് 1.5 ലക്ഷം രൂപ ക്യാഷ് അവാർഡായി ലഭിക്കും. കുട്ടികളുടെ ഫോർവേഡ് മാർച്ചോടുകൂടി പരിപാടി ആരംഭിച്ചു. കിയാൽ MD സി ദിനേഷ് കുമാർ മുഖ്യ അതിഥിയായി. PRD കണ്ണൂർ മേഖല ഡെപ്യൂട്ടി ഡയറക്ടർ EK പത്മനാഭൻ, വാക്സ് ക്ലബ് പ്രസിഡന്റ് K രാംദാസ്, ഓർഗനൈസിംഗ് കമ്മിറ്റി ജനറൽ കൺവീനർ PK ജഗന്നാഥൻ, കണ്ണൂർ ബാഡ്മിന്റൺ അസോസിയേഷൻ സെക്രട്ടറി KP പ്രജീഷ് എന്നിവർ സംസാരിച്ചു. പരിപാടിയെ തുടർന്ന് കമ്മീഷണറും കിയാൽ MDയും മത്സരാർത്ഥികളുമായുള്ള സൗഹൃദ മത്സരം അരങ്ങേറി. ഫെബ്രുവരി 10 ചാമ്പ്യൻഷിപ്പ് സമാപിക്കും. ഉയരാൻ പറക്കാം. 12,000 പെൺകുട്ടികൾക്ക് സ്കിപ്പിംഗ് റോപ്പ് നൽകി ജില്ലാ പഞ്ചായത്ത്. ഉയരാൻ പറക്കാം പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കിയ സ്കിപ്പിംഗ് റോപ്പ് വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ചട്ടുകപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി നിർവഹിച്ചു. 3 ഘട്ടങ്ങളിലായി ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള 72 സ്കൂളുകളിലായി 12,000 സ്കിപ്പിംഗ് റോപ്പുകൾ പദ്ധതിയിൽ വിതരണം ചെയ്തു. സ്കൂളുകളിലെ 8-9 ക്ലാസുകളിലേക്കുള്ള പെൺകുട്ടികളുടെ കായിക ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. കുട്ടികളിൽ ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെ കണ്ടുവരുന്ന സാഹചര്യത്തിൽ അവരുടെ കായിക ശേഷി വർദ്ധിപ്പിക്കുക എന്നത് പ്രധാനമാണ്. കുട്ടികളിലെ ലഹരി, മൊബൈൽ ഫോണിന്റെ ഉപയോഗം തുടങ്ങിയവ പോലുള്ള ദുശീലങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഇത്തരം കായിക പദ്ധതികൾ സഹായകമാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. വിദ്യാർത്ഥിനികൾ പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്നും സ്കിപ്പിംഗ് റോപ്പുകൾ ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ആരംഭിച്ച പദ്ധതിയാണിത്. ജില്ലാ പഞ്ചായത്തിന്റെ വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി പൂർത്തീകരിച്ചത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി. വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഇൻചാർജ് AS ബിജേഷ് പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NV ശ്രീജിനി, കുറ്റിയാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP റെജി, വാർഡ് മെമ്പർ P ഷീബ, സ്കൂൾ പ്രിൻസിപ്പൽ AV ജയരാജൻ, പ്രധാന അധ്യാപകൻ MD ശശീന്ദ്രൻ, PTA പ്രസിഡന്റ് K പ്രിയേഷ് കുമാർ, മദർ PTA പ്രസിഡന്റ് ശ്രീലിഷ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യന്റെയും രാജി ആവശ്യപ്പെട്ട് പാർലമെന്റിന് മുന്നിൽ സംസ്ഥാനത്ത് നിന്നുമുള്ള ഇടതുപക്ഷ MPമാർ പ്രതിഷേധിച്ചു. കേരളത്തെ ഇകത്തിക്കാട്ടാൻ ശ്രമിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്ന ഇരുവരും രാജിവെച്ചൊഴിയണമെന്നും മാപ്പു പറയണമെന്നും MPമാർ ആവശ്യപ്പെട്ടു. രാജിക്ക് സന്നദ്ധമല്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്നും ഇവരെ പുറത്താക്കണമെന്നും ഇടതുപക്ഷ MPമാർ ആവശ്യപ്പെട്ടു. CPM ലോക്സഭാ നേതാവ് M രാധാകൃഷ്ണനും രാജ്യസഭാ ഉപനേതാവ് ജോൺ ബ്രിട്ടാസും പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ആദിവാസി ക്ഷേമ വകുപ്പ് ഉന്നത കുലജാതരെയാണ് ഏൽപ്പിക്കേണ്ടതെന്ന് സുരേഷ് ഗോപിയുടെ ജാതീയ പരാമർശത്തിലും ഇടതുപക്ഷ MPമാർ പ്രതിഷേധിച്ചു. കേരളത്തിനായി ശബ്ദിക്കേണ്ട കേന്ദ്രമന്ത്രിമാർ എന്നാൽ കേരളത്തെ തുടർച്ചയായി ഇകഴ്ത്തുകയാണെന്ന് K രാധാകൃഷ്ണൻ പറഞ്ഞു. സംസ്ഥാനത്തെ സാമ്പത്തികമായി ദുർബലപ്പെടുത്തുന്നതിനുള്ള കേന്ദ്രത്തിന്റെ ആസൂത്രിത നീക്കത്തിന് കേരളത്തിൽ നിന്നുമുള്ള കേന്ദ്രമന്ത്രിമാർ കൂട്ടുനിൽക്കുകയാണ്. അതിനായുള്ള സഹായമാണ് കേരളത്തിൽ നിന്നുമുള്ള കേന്ദ്രമന്ത്രിമാർ ചെയ്യുന്നത്. സുരേഷ് ഗോപിയുടെ പരാമർശം ഭരണഘടന വിരുദ്ധമാണെന്നും സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയ സുരേഷ് ഗോപി രാജിവെക്കണമെന്നും രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ലോക ബാങ്കിങ്ങിൽ നിന്നും 2,424,000 കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ഓടമാലിന്യം
ദുർഗന്ധം കൊണ്ട് പൊറുതിമുട്ടി യാത്രക്കാർ. റെയിൽവേ സ്റ്റേഷനും മുനീശ്വരൻകോവിലും ഇടയിൽ മലിനജല ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്കുള്ള പൈപ്പിൽ നിന്ന് മലിനജലം ഒഴുകിയാണ്. നേരത്തെ ചെറിയ തോതിലായിരുന്നു മലിനജലം ഒഴുകിയത്. പിന്നീടുള്ള ദിവസം ശക്തി കൂടിയതോടെ കച്ചവടക്കാർക്കും യാത്രക്കാർക്കും സഹിക്കാൻ പറ്റാത്ത ദുർഗന്ധമാണ്. ശേഷം പരിസരത്തുള്ള ചില ഹോട്ടലുകളിൽ നിന്നും ചെറുകിട ജ്യൂസ് കടകളിൽ നിന്നും ഒഴുക്കിവിടുന്ന മലിനജലത്തിൻ്റെ പൈപ്പ് പൊട്ടി ചോർന്നതാണ് രൂക്ഷഗന്ധത്തിന് കാരണമെന്ന് സമീപത്തെ കച്ചവടക്കാർ പറയുന്നു. പ്രശ്നം കോർപ്പറേഷൻ അറിയിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥരെത്തി പരിശോധിച്ചിരുന്നു. എറണാകുളത്ത് നിന്ന് പ്രത്യേക യന്ത്രം എത്തിച്ചാൽ മാത്രമേ തടസ്സം നീക്കാൻ കഴിയുള്ളൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത്. സ്വന്തമായി വാങ്ങണമെങ്കിൽ 36 ലക്ഷത്തിലേറെ രൂപ വേണമെന്നും വാടകയ്ക്ക് യന്ത്രം എത്തിക്കുമെന്നാണ് കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. കച്ചവടക്കാരുടെ നിരന്തരമായ ആവശ്യത്തുടർന്ന് ഇടവിട്ട ദിവസങ്ങളിൽ കോർപ്പറേഷൻ ആളുകളെത്തി ബ്ലീച്ച് പൗഡർ കലക്കി റോഡിൽ ഒഴിച്ച് പോകുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. കോർപ്പറേഷൻ പറഞ്ഞ ദിവസത്തിനുള്ളിൽ പരിഹാരമായില്ലെങ്കിൽ മറ്റു മാർഗ്ഗങ്ങളിലേക്ക് കടക്കുമെന്ന് കച്ചവടക്കാർ പറഞ്ഞു. മലിനജലം ഒഴുകി യാത്രക്കാരും കച്ചവടക്കാരും അനുഭവിക്കുന്ന ദുരിതത്തിന് അടിയന്തര പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ട് ഓട്ടോ ലേബർ യൂണിയൻ സിയറ്റ് നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. റോഡിൽ മലിനജലം ഒഴുകുന്നത് 2 ആഴ്ചയായി തുടരുകയാണെന്നും പരിഹരിക്കാൻ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും യൂണിയൻ ആരോപിച്ചു. സെക്രട്ടറി വി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. സി ഷെരീഫ്, ജ്യോതിന്ദ്രൻ, കെ പ്രവീൺ, എൻ അജിത്ത്, കെ ആരിഫ്, ജംഷീർ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര ബഡ്ജറ്റ് കേരളത്തോട് അവഗണന കാണിച്ചതിൽ പ്രതിഷേധിച്ച് CPM കൂടാളി ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും യോഗം നടത്തി. മട്ടന്നൂർ ഏരിയ കമ്മിറ്റി അംഗം ഇ സജീവൻ ഉദ്ഘാടനം ചെയ്തു. കെ മോഹൻ അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി PP നൌഫൽ സ്വാഗതം പറഞ്ഞു. KP മോഹനൻ, KK ദിനേശൻ, M വസന്ത് ടീച്ചർ, P ജിതിൻ എന്നിവർ സംസാരിച്ചു. ലോകബാങ്കിൽ നിന്നും 2424.28 കോടി രൂപ വായ്പ സ്വീകരിച്ച് കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം നടപ്പിലാക്കാൻ മന്ത്രിസഭാ യോഗം അനുമതി നൽകി. ഉയർന്ന ജീവിത നിലവാരം, ആയുർദൈർഘ്യം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും തടയാവുന്ന രോഗങ്ങൾ, അപകടങ്ങൾ, അകാല മരണം എന്നിവയിൽ നിന്ന് മുക്തമായ ജീവിതം കെട്ടിപ്പടുക്കുന്നതിനും കേരളത്തിലെ ജനതയെ സഹായിക്കുക എന്നതാണ് പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പദ്ധതിയിലെ എല്ലാ ഇടപെടലുകളും പാവപ്പെട്ടവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായിരിക്കും. കേരളത്തിലെ മാറിവരുന്ന ജനസംഖ്യ ശാസ്ത്രപരവും പകർച്ചവ്യാധിപരവുമായ അവസ്ഥകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് മൂല്യാധിഷ്ഠിത ആരോഗ്യ സംരക്ഷണം നൽകുന്നതിന് പ്രതിരോധശേഷിയുള്ള ആരോഗ്യ സംവിധാനങ്ങൾ രൂപപ്പെടുത്താനാണ് പദ്ധതി വഴി ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെട്ട ഉയർന്നുവരുന്ന ഭീഷണികളോട് ഫലപ്രദമായി പ്രതികരിക്കുന്നതിനും വിതരണ സംവിധാനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും പദ്ധതി സഹായിക്കും. CPM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് കാനങ്ങാട് ആവേശ തുടക്കം. പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. AK നാരായണൻ, K കുഞ്ഞിരാമൻ നഗറിൽ മുതിർന്ന നേതാവ് P കരുണാകരൻ ചെമ്പതാക ഉയർത്തിയതോടെയാണ് CPM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായത്. രക്തസാക്ഷി സ്മൃതി കുടീരത്തിൽ നേതാക്കളും പ്രതിനിധികളും പുഷ്പാർച്ചന നടത്തി. കിഫ്ബിയുടെ പേരിൽ ടോൾ പിരിക്കുന്നുവെന്ന് സംസ്ഥാന സർക്കാരിനെതിരെ പ്രചരിപ്പിക്കുന്നവർ ദേശീയപാതയിലെ ടോൾ പിരിവ് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. കിഫ്ബിയിൽ പണം തിരിച്ചടച്ചാലോ നിക്ഷേപം ലഭിക്കുമെന്നും അതിന് വരുമാനം കണ്ടെത്തേണ്ടതുണ്ടെന്നും A വിജയരാഘവൻ പറഞ്ഞു. പ്രവർത്തന റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ അവതരിപ്പിച്ചു. ഗ്രൂപ്പ് ചർച്ച പൂർത്തിയാക്കി പൊതുചർച്ചയ്ക്ക് ഇന്ന് തുടക്കമായി. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്.